Hello everyone. Welcome to Hiles Academy. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞാൻ കുറച്ച് സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാത്രമല്ല യു ജി സി നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, സർ കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിനെ എന്താ പറയുക, നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, അതിനെ റിവൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ PYQs എക്സാമിനേഷൻ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് MCQs പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു എന്ന് പറയുന്ന ഒരു സിനാരിയോ. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം ഒട്ടുമിക്ക ആളുകൾക്കും ഒരു 80% ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഇഷ്യൂ. അതായത് പഠിക്കുന്നതും നമ്മൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വൈരുദ്ധ്യം ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ ഇതും കൂടിയാണ്, അല്ലെ? അതിനൊരു സൊല്യൂഷൻ ഞാൻ അവരോട് പറഞ്ഞു. വേറെ ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്ത് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പേര് ഈ ഒരു ഇഷ്യൂ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ കരുതി നമുക്കൊരു ഇതൊരു വീഡിയോ ആയിട്ട്, കാരണം ഈ ഇഷ്യൂ ഉള്ള പല ആളുകളുണ്ടാവും. അപ്പൊ ഈ ഒരു ഇഷ്യൂ നമുക്ക് ഒരു പരിധി വരെ എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 സ്റ്റേജ് ഫണൽ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഫണൽ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫണൽ. അപ്പോൾ അതിങ്ങനെ ഒരു വി ഷേപ്പിൽ ഉണ്ടാവുക, റൈറ്റ്? അപ്പം ഈ ഫണലിലൂടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് പഠിച്ചു പോവുക. അപ്പൊ ഈ ഫണലിൽ 5 സ്റ്റെപ്പുകൾ ഉണ്ട്. ഈ 5 സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? റിസർച്ച് ഹൈപ്പോത്തിസിസ് ആർ എ റിവ്യൂ ഓഫ് കറന്റ് റിസർച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ സ്റ്റേറ്റഡ് സച്ച് ദാറ്റ് ദേ ക്യാൻ ബി കൺഫേംഡ് ഓർ റിഫ്യൂട്ടഡ്, ഡി ബോത്ത് ബി ആൻഡ് സി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിപ്പോ ഹൈപ്പോത്തിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനിയിപ്പോ ടീച്ചിങ് ആപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു PYQ അല്ലെങ്കിൽ ഒരു MCQ വളരെ കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പഠിക്കുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഹൈപ്പോത്തിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ ഹൈപ്പോത്തിസിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്താ അറിയണം, എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കണം, അത് വ്യക്തമായിരിക്കണം. ഒരു ബേസിക് പെരിഫറൻസ് മാത്രം അറിഞ്ഞാൽ പോരില്ല, കാരണം അതിന്റെ ഓപ്ഷൻസ് വരുന്ന ഒരു രീതി അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈപ്പോത്തിസിസ് എന്താണ്, അതിന്റെ അക്കാഡമിക് ഡെഫിനിഷൻ എന്താണ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. അതാണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹൈപ്പോത്തിസിസ് പഠിച്ചു, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അതിനെ ക്ലിയർ ആയിട്ട് അതിനെ പല ആംഗിളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോട്ട്സുകൾ എഴുതി. നിങ്ങളുടെ ഫസ്റ്റ് ഫണൽ 5 ഫണലുള്ള ഫസ്റ്റ് ഫണലിന്റെ സ്റ്റേജ് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാ 10 ടോപ്പിക്സും ഒരുമിച്ച് ചെയ്യലാണ് മോക്ക് ടെസ്റ്റ്. ഒരിക്കലും അല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. ഹൈപ്പോത്തിസിസ് പഠിക്കുക. ഹൈപ്പോത്തിസിന്റെ ഒരു 15 ക്വസ്റ്റ്യൻ ഒരു മോക്ക് ടെസ്റ്റ്, ഒരു ചെറിയൊരു സെറ്റ് ഓഫ് മോക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ വലിയൊരു മോക്ക് ടെസ്റ്റ് അല്ല, ചെറിയൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാം. ഒരു 15-20 ക്വസ്റ്റ്യൻസ് ഹൈപ്പോത്തിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. റിലയബിലിറ്റി വാലിഡിറ്റി എന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു 15-20 ക്വസ്റ്റ്യൻസ്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ MCQ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്തു, ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിനിമം ഒരു 20 MCQs നിങ്ങൾ എന്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ പഠിച്ചത് മാത്രം പോരാ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കിയതൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാമിനേഷന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ അവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നിങ്ങൾ അവിടെ ലേൺ ചെയ്യാണ്. ഈ 20 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ MCQസിലൂടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആ 20 ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അതിന്റെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാം പഠിച്ചിട്ട് എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. പക്ഷേ അതിന് പകരം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓരോ ടോപ്പിക്കിന്റെയും ഇതേപോലെ MCQസും PYQസും ചെയ്തുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പാറ്റേൺ മുന്നേ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെയുള്ള വലിയൊരു വണ്ടർഫുൾ ഇൻസൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിപ്പം 20 ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ കൂടെ എന്താണ് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 5 കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ 20 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 20 into 5, ഒരു ക്വസ്റ്റ്യനിൽ 5 എലമെന്റ്സ് അല്ലേ, ക്വസ്റ്റ്യനും 4 ഓപ്ഷനും. അപ്പൊ നിങ്ങൾ അവിടെ എന്താണ് 100 ന്യൂ കോൺസെപ്റ്റ്, ഹൈപ്പോത്തിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 100 കോൺസെപ്റ്റ് നിങ്ങൾ വീണ്ടും പഠിക്കുകയാണ്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പഠിച്ചതിന് പുറമെ ഈ ഒരു MCQ ടെസ്റ്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്? വീണ്ടും 100 കോൺസെപ്റ്റ് പഠിക്കുകയാണ്. അത് നിങ്ങൾ ഹൈപ്പോത്തിസിന്റെ കൂടെ അവിടെ എഴുതുകയാണ്. അപ്പൊ ചില ഓപ്ഷൻസിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? അവിടെ എഴുതുകയാണ്. അതാണ് ഈ MCQs ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം MCQs ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു പേടി, പെട്ടെന്ന് ഉണ്ടാകുന്ന പേടി ഒഴിവാക്കാം. കാരണം നിങ്ങൾ മുന്നേ അത് പ്രാക്ടീസ് ആകുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ മുൻകൂട്ടി കാണും, ഓക്കെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതോടുകൂടി തന്നെ ക്വസ്റ്റ്യനുള്ള കുറച്ച് ഓപ്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതാണ് സെക്കൻഡ് കാര്യം. ഇനി തേർഡ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മൾ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ വരുന്നതാണ് റിവൈസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. അതായത് അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എഴുതിയിട്ടുള്ള കോൺസെപ്റ്റും അതുപോലെ MCQസിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മൊത്തം ഒന്ന് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം. ഹൈപ്പോത്തിസിന്റെ ബിഗിനിങ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് ചെയ്ത കോൺസെപ്റ്റും അതുപോലെ ഈ മോക്ക് ടെസ്റ്റ് PYQസിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള 20-30 ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 100-120 കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്യുക. ഈ റിവൈസിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വീണ്ടും എന്ത് ചെയ്യുക? റീമോക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക? റീടെസ്റ്റ് നടത്തുക. MCQസിന്റെ മുകളിൽ വീണ്ടും റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിച്ചു, MCQs ചെയ്തു, അതിൽ നിന്ന് ഒരുപാട് പുതിയ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി, അതിനെ ഒരുമിച്ച് റിവൈസ് ചെയ്തു, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി ഒന്ന് റിവൈസ് ചെയ്തു, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്? ആ ഒരു MCQസിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് വീണ്ടും ഫോളോ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഫ്ത്ത് കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ എപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, റൈറ്റിങ്ങിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്, നമ്മൾ എഴുതുന്നതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. അത് ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും എത്ര ടെക്നോളജി വന്നു കഴിഞ്ഞാലും നമ്മൾ എഴുത്തിലൂടെ കിട്ടുന്ന അറിവിന് വേറെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി കപ്പാസിറ്റി അതിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, MCQs ചെയ്യുന്ന സമയത്ത്, തെറ്റുന്ന സമയത്തും തെറ്റ് മാറ്റി വീണ്ടും എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്ത് ചെയ്യും? അവിടെ ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പൊ ഇതാണ് 5 ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഫണൽ വരുന്ന കാര്യം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ 5 കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമ്മൾ വാട്സപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ അതായത് ഡെയിലി നമ്മൾ ഓരോ കോൺസെപ്റ്റിന്റെയും 5 MCQs ദിവസം വെച്ചിട്ട്, ഹൈപ്പോത്തിസിസ് ആണെന്നുണ്ടെങ്കിൽ അതിന് 3 ദിവസം, അതായത് ഫസ്റ്റ് ഡേ 5 MCQ, സെക്കൻഡ് ഡേ 5 MCQ, തേർഡ് ഡേ 5 MCQ, അങ്ങനെ 3 ദിവസത്തിൽ നമ്മൾ എന്താണ് ഹൈപ്പോത്തിസിന്റെ MCQ മാസം കവർ ചെയ്യും. അതിനുശേഷം റിലയബിലിറ്റി ആണെങ്കിൽ റിലയബിലിറ്റിന്റെ പിന്നെ 15 MCQs, അതിനുശേഷം വാലിഡിറ്റിയുടെ 15 MCQs, ഇങ്ങനെ ഡെയിലി 5 MCQs ഈച്ച് പ്രകാരം അല്ലെങ്കിൽ ഈച്ച് അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റഡി ഫണൽ അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. ഈ ഒരു 5 മെത്തേഡുകളാണ്. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാ ടോപ്പിക്കും നിങ്ങൾ ഈ രീതി തന്നെ ഫോക്കസ് ചെയ്യുക. ഹൈപ്പോസിസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ടീച്ചിങ് ആപ്റ്റിപ്പം ഹ്യൂമൻ മെമ്മറി ആണെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ, ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി വേറെ കുറച്ച് പോയിന്റ്സുകൾ കൂടി ഞാൻ പറയാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും ഒരുപാട് പേര് ഈ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പല ആളുകളും ഇതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണുന്ന ഒരു നാച്ചുറൽ പൊതുവെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഈസി ആയിട്ട് കാണുന്ന സെൻസ് അത് ഭയങ്കര ടഫ് എന്ന് ഞാൻ പറയല്ല. അതായത് എല്ലാ എക്സാമിനും അതിന്റെ കൺസേൺഡ് അതോറിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ കേട്ടറ്റ്, സെറ്റ് എക്സാം, കാമാറ്റ് പോലത്തെ എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കേരള ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആണ്. കേരള ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കേരളത്തിലെ പ്രൊഫസേഴ്സ് ആണ്. കേരളത്തിലെ പ്രൊഫസേഴ്സ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ UGC നെറ്റ് എന്ന് പറയുന്നതാണ് NTA കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്. NTA കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡിഫിക്കൽട്ടി ലെവലും അതിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകളും കുറച്ചും കൂടി എന്താണ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എന്താണ് റിഫ്യൂട്ടഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ. സ്റ്റേറ്റ്മെന്റ് സച്ചേസ് ദേ ക്യാൻ ബി കൺഫേംഡ് ഓർ റിഫ്യൂട്ടഡ്. റിഫ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ അതിന് റിഫ്യൂസ് ചെയ്യാന്ന ഒരു വേർഡ് മീനിങ് മാത്രമാണ്. അപ്പം ഇതുപോലുള്ള കുറച്ച് ജാർഗൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് എന്തുണ്ടാവും, ചെറിയൊരു കൺഫ്യൂഷൻ ക്രിയേഷൻ അവിടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുന്ന ഓപ്ഷൻസിന്റെ ചില വേർഡ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് വേറൊരു ഡയറി ആക്കിയിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വേർഡ്സുകൾ പഠിക്കാം. ഓക്കെ, ഇപ്പൊ റിഫ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം മീനിങ് നിങ്ങൾ അതിന്റെ സൈഡിൽ എഴുതുക. അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് വേർഡ്സുകൾ പല ക്വസ്റ്റ്യൻസിൽ ഞാൻ കാണാറുണ്ട്. അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാനും പറ്റും. പുതിയ പുതിയ വേർഡ്സുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ ഇംഗ്ലീഷ് ഡെവലപ്മെന്റിനൊക്കെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു പാറ്റേണും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടെ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു കോമൺ ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ അവസാനമായിട്ട് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു തരത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു, എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, പതുക്കെ കട്ട് ഡൗൺ ചെയ്യാം. ക്വസ്റ്റ്യൻ കട്ട് ഡൗൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് റിസർച്ച് ഹൈപ്പോത്തിസിസ് ആർ. അപ്പൊ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, റിവ്യൂ ഓഫ് കറന്റ് റിസർച്ച്. അപ്പൊ നിങ്ങൾ ഇതിന് രണ്ട് ബൾക്കാക്കി, റിവ്യൂ ഓഫ് കറന്റ് റിസർച്ച്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രണ്ട് കോൺസെപ്റ്റിനെ മാത്രം വായിക്കാം. റിവ്യൂ, കറന്റ് റിസർച്ച്. റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു വിഷയത്തെ എന്താണ് ഒരു പെരിഫറലിലൂടെ നമ്മൾ അതിനെ കാണുകയാണ്, മൊത്തത്തിൽ കാണുകയാണ്. ഓക്കെ, കറന്റ് റിസർച്ചിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഹൈപ്പോത്തിസിസ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും അല്ലേ, ഹൈപ്പോത്തിസിസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫസ്റ്റ് പറയുമ്പോൾ അത് തെറ്റാണ്. റിവ്യൂ ഓഫ് കറന്റ് റിസർച്ച് അല്ല എന്ത് ഹൈപ്പോത്തിസിസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ബഞ്ച് ഓഫ് വേർഡ്സ് ആക്കുക, പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ്, വേരിയബിൾസ്. കറക്റ്റ് ആണ് അല്ലെ, രണ്ട്. അത് നമ്മുടെ ഹൈപ്പോത്തിസിസ് ഡെഫിനേഷൻ ഉള്ളതാണ്, പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പും വേരിയബിൾസും. വേരിയബിൾസ് ഉണ്ട്, അതിന്റെ എന്താണ് ആ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ മൊത്തം സെന്റൻസ് വായിക്കണമെന്നില്ല. ഈ പറഞ്ഞ ഇതിലെ ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല രീതിയിൽ ഇങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് സ്റ്റേറ്റഡ് സച്ച് ദാറ്റ് ദേ ക്യാൻ ബി കൺഫേംഡ് ഓർ റിഫ്യൂസ്ഡ്. സ്റ്റേറ്റഡ് സച്ച് ദാറ്റ് ദേ ക്യാൻ ബി കൺഫേംഡ് ഓർ റിഫ്യൂസ്ഡ് രണ്ട് പ്രധാനപ്പെട്ട വേർഡ്സുകളാണ്. കൺഫേംഡ് എന്ന് പറയുമ്പോൾ ഉറപ്പിക്കാൻ പറ്റും, റിഫ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റും. ഹൈപ്പോത്തിസിസ് അതല്ലേ, ഞങ്ങൾ ഹൈപ്പോത്തിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും അല്ലെ, അത് എക്സ് വൈനെ ബാധിക്കാം, എക്സ് വൈനെ ബാധിക്കാതിരിക്കാം. റൈറ്റ്, കൺഫേംഡും ആണ്, റിഫ്യൂസ്ഡും ആണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്നത്. അതിനെ ഓരോ വേർഡ്സുകളാക്കിയിട്ട് മാറ്റിയിട്ട് അങ്ങനെ നിങ്ങൾ അതിനെ വായിക്കാം, ഒരുമിച്ച് വായിക്കാതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് എല്ലാവർക്കും വേർഡ്സിന് മീനിങ് അറിയും. അത് ഒരു സെന്റൻസിലാക്കുമ്പോഴേക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ക്രിയേഷൻ വരിക. ആ വേർഡ്സുകളെ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ പല ആളുകളും പല രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡിനെ നിങ്ങൾക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാം, ഏതെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ കാര്യത്തിൽ, ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമന്റ് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ എന്താ ഡെയിലി പറയുന്ന MCQs ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ ആ ഒരു പാറ്റേൺ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ധൈര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ NTA മെയിൻ എക്സാമിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ ഒരു റെഡി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, yeah, so that's all about the today discussion. So we'll see you on the next session. Till then, bye. Thanks everyone.